അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പാതിരാത്രിയിൽ ഉസ്താദ് ഫോൺ എടുത്ത് നോക്കി. തൻ്റെ ഭാര്യയോട് എന്തെങ്കിലും ഒന്ന് മിണ്ടണം, പറയണം എന്ന് കരുതി അവളുടെ വാട്സപ്പ് എടുത്തു നോക്കിയപ്പോൾ ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, പാതിരാത്രിയിലും ഓള് ഓൺലൈനിൽ. ഉസ്താദിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, ഇതെന്തെങ്ങനെ? ഉസ്താദ് പെട്ടെന്ന് തന്നെ അതാ മെസ്സേജ് അയച്ചു നോക്കി. ഹായ്, എന്താ പെണ്ണെ, ഉറങ്ങുന്നില്ലേ? അവൾ അത് റീഡ് ചെയ്തു. എങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ബ്ലോക്കാണ് കണ്ടത്. ഉസ്താദ് വല്ലാതെ ഞെട്ടിപ്പോയി. എന്താ റബ്ബേ, എന്നെ ബ്ലോക്ക് ചെയ്യേ? എന്തിനു വേണ്ടിയിട്ട്? ഉസ്താദ് വിളിച്ചു നോക്കി. ഇല്ല, നോ ആൻസർ. അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന. അത് ഉസ്താദിൻ്റെ അന്നത്തെ ഉറക്കം കെടുത്തി. അല്ലാ, ഇതിലായിരുന്നോ ഓൾക്ക് തിരക്ക്? അവൾ ഇത്രയധികം ധൃതി പിടിച്ച് എന്നെ പറഞ്ഞയച്ചത് ഇതിനായിരുന്നോ? ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാ, വീണ്ടും പാവം ഉസ്താദ് വാട്സപ്പ് എടുത്ത് നോക്കി. എല്ലാത്തിലും നോക്കി. എല്ലാം അവൾ ആക്റ്റീവാണ്, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. റബ്ബേ, എന്താണ്, എന്നെ ചതിക്കായിരുന്നില്ലേ സീനത്ത്? അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഉസ്താദ് പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു. അല്ലാ, സത്യം നീ തെളിയിച്ചു തരണം. എന്താണ് അവളുടെ ഉദ്ദേശം? പഠിക്കുകയാണോ അതോ? ഞാൻ പഠിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അതാ ബ്ലോക്ക് ഒഴിവാക്കി ഒരു മെസ്സേജ്. ഉസ്താദ് ആകാംക്ഷയോടെ നോക്കി. ഇക്ക, നിങ്ങൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഈ സമയത്തോ? ഈ പാതിരാത്രിയിൽ? ഉസ്താദ് വിചാരിക്കുന്നു. അല്ല, ഈ സമയത്തും ക്ലാസ്സാണോ? അത് റെക്കോർഡ് ക്ലാസ്സാണ്. ഞാൻ പിന്നെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ വീട്ടിലത്തെ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എപ്പോഴാണ്? സമയം 3 മണിയാവും. എല്ലാം കൂടി കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ. അതിന് മാത്രം നിനക്ക് എന്തടി പണി? ഉമ്മയല്ലേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. നിനക്ക് കയറി വന്ന ക്ലീനിങ് അതല്ലേ ഉള്ളൂ. ഓ, അത് തന്നെ ഉണ്ടല്ലോ. ഈ പഴയ മുഷിഞ്ഞ വീടായത് കാരണം എത്ര വൃത്തിയാക്കിയാലും അത് നന്നായി കിട്ടൂല. അതുകൊണ്ടാണ്. സിരുതേ, ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. എന്തിന്? അല്ല, നീ എന്താ ബ്ലോക്കാക്കി പോയതൊക്കെ എന്നെ? അതതിനിടയിൽ ഇങ്ങനെ കോളൊക്കെ വരുമ്പോഴേ അതെനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഞാനാണെങ്കിൽ കൂടുതലായി ഇങ്ങനെ പഠിക്കൽ കൂടുതലായി ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ കോൾ. അത് ആരുടേതാണെങ്കിലും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോക്കാക്കി ഇടും. കാരണം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മറന്ന് ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കാ. അതാണ്. അവൾ സ്നേഹത്തോടെയാണ് അത് ഉസ്താദിനോട് പറഞ്ഞത്. എന്താണെന്നറിയില്ല, ഉസ്താദിന് വല്ലാത്തൊരു വിഷമം, വേദന. പിന്നെ നല്ല മോളാണോ? നല്ല രീതിയിൽ നിൽക്കാൻ കേട്ടോ. ഇൻഷാ അല്ലാ ക്യാഷൊക്കെ ഇക്കാ കിട്ടിയാൽ ഞാൻ അയച്ചു തരും. പിന്നെ ജോലി ഒരു അറബി വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ജോലി എന്താണെന്നും സെറ്റ് ആയിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, അപ്പോൾ ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞേക്കിട്ടോ. ഇക്ക, എന്നാൽ ശരി. പിന്നെ ജോലിയൊക്കെ കറക്റ്റ് രീതിയിൽ ചെയ്തോണ്ടി. നല്ല രീതിയിൽ എന്നാലൊരു ക്യാഷ് തരുള്ളൂ. അതൊക്കെ ഇൻഷാ അല്ലാ. ഉസ്താദിന് അപ്പോഴാണ് സമാധാനമായത്. ആ നിമിഷം ഉസ്താദ് അതാ റാഹത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു. അല്ലാ, നിനക്ക് സ്തുതി. ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു അവളെക്കുറിച്ച്. പാവം, പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ചെയ്തതാണെന്നാ പറഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഉസ്താദ് ഉറക്കമുണർന്നു. അല്ലാ, തഹജ്ജുദിന് സമയം. അറബി വീടുകളിൽ ആകെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഉസ്താദും എഴുന്നേറ്റു, നിസ്കരിച്ചു, പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. പള്ളിയിൽ നിന്ന് മനോഹരമായ ആ ഒരു ബാങ്കുലി കേട്ടു. മാഷാ അല്ലാ, ഇത് കേൾക്കുന്നിടത്ത് ഞാൻ എത്തിയല്ലോ. ഇതാണ് എൻ്റെ ജീവൻ. ഇതാണ് എനിക്ക് കരുത്ത് നൽകുന്നത്. എനിക്കെൻ്റെ ജീവിതത്തിൽ ആ ഒരു ബാങ്ക് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ്.
അല്ലാഹു അക്ബർ എന്നുള്ള അതിൻ്റെ ജവാബുകളെല്ലാം ഉസ്താദ് ചൊല്ലി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആ കൈകൾ ചുംബിച്ചുകൊണ്ട് കൈകളിൽ വെച്ചു. എൻ്റെ ഹബീബിനെ കാണണം ആഗ്രഹമുണ്ട്. എന്തൊക്കെ തന്നെയായാലും അറബ് നാട്ടിലാണല്ലോ, പേടിയില്ല, പ്രയാസമില്ല. ഒരൊറ്റപ്പെടൽ ഉസ്താദിന് നന്നായുണ്ട്. അതെ, തൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരെയും കുറിച്ച് ഓർത്തു. സക്കീർ ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, അവരെയൊക്കെ കാണാൻ വല്ലാതെ കൊതി തോന്നുന്നു. എൻ്റെ ഉമ്മയുടെ മുഖം ഉസ്താദിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. പൊന്നു മോനെ, കുട്ടിയുടെ ആ ഒരു വിളി ഉസ്താദിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് തളർത്തി കളഞ്ഞു. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉമ്മയെ വിളിക്കണം. അപ്പോഴതാ ഉസ്താദ് നേരെ നിസ്കാരം കഴിഞ്ഞ് അല്പം ഖുർആൻ പാരായണം ചെയ്ത് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കണം. ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ ഓതുകയാണോ അതോ എന്തോ അറിയില്ല. ഹലോ ഉമ്മ. തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ആ ഒരു ദയനീയമായ വിളി കേട്ട് ഉമ്മ, മോനെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം ഉമ്മ. എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? ഉമ്മക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ ഉമ്മ, അൽഹംദുലില്ലാ, ഞാനൊരു അറബി വീട്ടിലാണ്. ഇവിടെ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. പൊന്നു മോനെ, അവിടെ എന്തെൻ്റെ കുട്ടിക്ക് പണിയൊന്നും ആയിട്ടില്ലമ്മ. പണിയൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിളിക്കണ്ട്. എൻ്റെ കുട്ടിയുടെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നു. രാത്രി ഒരുപാട് സമയം കരഞ്ഞ ഉസ്താദിൻ്റെ ശബ്ദമാകെ മാറിയിരുന്നു. എൻ്റെ കുട്ടീൻ്റെ സൗണ്ടിനൊക്കെ നല്ല മാറ്റമുണ്ടല്ലോ. അതുമ്മ ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് അത് 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. എൻ്റെ കുട്ടിക്ക് റാഹത്തല്ലേ? അൽഹംദുലില്ലാ ഉമ്മ, കുഴപ്പമൊന്നുമില്ല. ഒക്കെ ആയിട്ട് ഞാൻ ഉമ്മയെ വിളിച്ച് പറയാട്ടോ. മോനെ, എൻ്റെ കുട്ടി എന്നും വരുന്നത് ഞാൻ നോക്കി നിൽക്കും. എന്നോട് സലാം പറഞ്ഞ് പോകുന്ന എൻ്റെ കുട്ടി സുബഹിൻ്റെ നേരത്ത് എന്നെ വിളിച്ചുണർത്തുന്ന എൻ്റെ മോൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാൻ ഞാൻ ഇന്നും കൊതിച്ചടാ. ഉമ്മ, സാരല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ കാര്യത്തിൽ റാഹത്താണ് എനിക്ക്. ഉമ്മ ദുആ ചെയ്താൽ മതി. പൊന്നു മോനെ, നിൻ്റെ ഉപ്പ പോയതിനു ശേഷം എനിക്ക് നീയായിരുന്നടാ ഏകാശ്രയം. എല്ലാത്തിനും എൻ്റെ കുട്ടിയായിരുന്നു എനിക്ക്. എന്നിപ്പോൾ എനിക്കിവിടെ എല്ലായിട്ട് വല്ലാത്തൊരു വിഷമം മോനെ. നീ എല്ലായിട്ട് നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയണില്ല. ആ ഉമ്മ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഉമ്മ, നിങ്ങൾ കരയില്ലേ? നിങ്ങൾ കരഞ്ഞിട്ട് എനിക്കും കരച്ചിൽ വരികയാണ്. മോനെ, എന്താ ചെയ്യുക? എൻ്റെ ബാപ്പ പോയതിനു ശേഷം എനിക്കെല്ലാമല്ല ഈ ആയിരുന്നു. ഈയും കൂടി പോയപ്പോൾ എനിക്ക് ആരുമില്ലാത്ത പോലെ. ഉമ്മ, സീനത്തുണ്ടല്ലോ, നിങ്ങൾ ഓളോടൊക്കെ സംസാരിച്ചിരിക്കും. മോനെ, ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലട്ടമ്മ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തൊക്കെ ചെയ്യാം. കുറച്ച് ഏതായാലും ഇവിടെ പിടിച്ച് നിൽക്കട്ടെ. ഓളാഗ്രഹമൊക്കെ സാധിപ്പിച്ചെടുക്കട്ടെ. നമ്മളെ വീടൊക്കെ ഒന്ന് മാറ്റി പണിയണം. ഒരു വാഹനമൊക്കെ എടുത്തിട്ട്. പൊന്നു മോനെ, നമുക്കിന്ന് കിടക്കാൻ ഇവിടെ വീടുണ്ട്. അത്യാവശ്യത്തിന് എനിക്കൊരു ബൈക്കുണ്ട്. എൻ്റെ പൊന്നു മോൻ്റെ ആ ബൈക്ക് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വേദന. ഉമ്മ, അതിന് കച്ചവടക്കാർ വരും. കുറച്ച് ടിക്കറ്റിൻ്റെ ക്യാഷ് അത് തിരുമതി ചെയ്തതാണ്. അപ്പോൾ വിസൻ്റെയൊക്കെ. അപ്പോൾ അത് കച്ചവടക്കാർ ഇന്ന് വരുമായിരിക്കും. അത് കൊണ്ടുപോകും. ചാവി നമ്മളെ വാതിലിന് മുകളിലുണ്ട് കേട്ടോ. അതെടുത്ത് കൊടുത്തോണ്ടി മോനെ. അത് കൊടുക്കുക. അപ്പം ആരാ അവിടെ? ആരും ഓടിക്കല്ലല്ലോ, ബൈക്കല്ലേ, ബുള്ളറ്റ്. അപ്പോൾ സ്കൂട്ടിക്കാണെങ്കിൽ ഓൾക്കെങ്കിലും നോക്കിയിരുന്നു. ഇതിപ്പോൾ പഠിക്കാത്തപ്പോൾ മോനെ, എൻ്റെ കുട്ടീനെ കാണുന്നതിന് പകരമായിട്ട് അതവിടെ നിന്നോട്ടെ. എൻ്റെ കുട്ടീൻ്റെ ഷർട്ട് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരാം. എന്താ ഉമ്മ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഉമ്മ, ജീവനോട് കൂടി അല്ലേ. ഉമ്മ ദുആർന്നാൽ മതി. മോനെ, എൻ്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചോ? ഇല്ലുമ്മ, കഴിച്ചിട്ടില്ല. ഇവിടെ സുബഹി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ദോശയും കറിയൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിക്കണം.
എന്തും മങ്ങളി പറയണത്? ആ മോനെ, ആ അളവ് എനിക്ക് കുറക്കാൻ പറ്റിയില്ല. എൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് തന്നെ തോന്നുന്നു. എനിക്കുള്ള ഇതവിടെ മാറ്റി വെച്ചിക്കണം. എന്താ ഉമ്മ ഇതിങ്ങനെ കരയാൻ പാടുണ്ടോ? അറിയില്ല മോനെ, മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് എനിക്ക്. അതുകൊണ്ടാണ്. പെട്ടെന്നതാ അവരുടെ വീട്ടിൽ ഒരു കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നു. മോനെ, ആരോ വന്നിട്ടുണ്ട് കേട്ടോ, ഉമ്മ വിളിക്കാട്ടോ. ആ ഉമ്മ, എന്നാൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിന്നെ വിളിക്കുക. എനിക്കൊരു കുഴപ്പമില്ല, റാഹത്താണ് കേട്ടോ. ആ ഉമ്മ ദുആ ചെയ്താൽ മാത്രം മതി. ഫോൺ കട്ട് ചെയ്ത് ഉസ്താദ് പൊട്ടി പൊട്ടി കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ ശബ്ദം, അത് വേർപ്പെടുവിക്കാൻ പ്രയാസമായിരുന്നു. എന്നെ അങ്ങനെ പോറ്റി വളർത്തിയതാണ് എൻ്റെ ഉമ്മ. ബാപ്പ മരിച്ചിട്ടും ഒരു വിഷമവും ബുദ്ധിമുട്ടും അറിയിക്കാതെ ജോലികളൊക്കെ ചെയ്ത് എൻ്റെ ഉമ്മ എന്നെ ദർസിലൊക്കെ ചേർത്തി എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം വാങ്ങിത്തന്ന് അങ്ങനെ വളർത്തിയത് എൻ്റെ പൊന്നുമ്മ. അതുകൊണ്ട് തന്നെ മറക്കാൻ കഴിയില്ല. എല്ലാം എനിക്ക് വേണ്ടി വാങ്ങിത്തന്നിട്ടുണ്ട്. ബാപ്പയില്ലാത്ത കുട്ടിയാണെന്നുള്ള സങ്കടം അത് എന്നെ ബാധിച്ചിട്ടില്ല. അത് അത്രക്കും നല്ല രീതിയിലാണ് എൻ്റെ ഉമ്മ പണിയെടുത്ത് പോറ്റിയതിന്നെ. അല്ലാഹ് റബ്ബി റഹ്മുമാക്കമാ റബ്ബിയാനി സൈറ. ഉസ്താദ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ വീട്ടിൽ ബെല്ലടിച്ച ആ ഒരു ശബ്ദം കേട്ട് ഉസ്താദിൻ്റെ ഉമ്മ പോയി വാതിൽ തുറന്നു. അത് ഷിഫി ഉസ്താദിൻ്റെ ബൈക്ക് ഞങ്ങൾ കച്ചവടമാക്കിയിരുന്നു. അതിൻ്റെ കുറച്ച് ബാലൻസ് ക്യാഷ് കൂടി തരാനുണ്ട്. പിന്നെ ബൈക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. അല്ലാ, എന്നാൽ ചാവി ഒന്ന്. പെട്ടെന്ന് ഉമ്മ മകൻ പറഞ്ഞ രീതിയിൽ അതാ വാതിലിൻ്റെ മുകളിൽ വെച്ചിരുന്ന ആ ചാവി എടുത്തു. ആ ചാവി കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. എൻ്റെ പൊന്നുമോൻ ഒരുപാട് തവണ ഉപയോഗിച്ചതാണിത്. എപ്പോഴും മോൻ്റെ കയ്യിലിതുണ്ടാവും. ആ ഒരു കീയിൽ ഉമ്മ നിറകണ്ണുകളോടെ ഒരു മുത്തം കൊടുത്തിട്ടാണ് അത് തിരിച്ചു കൊടുക്കുന്നത്. എൻ്റെ കുട്ടീൻ്റെ കൈ തട്ടിയതാണത്. ഇതാ അത് കൊടുക്കുമ്പോൾ ഉമ്മയുടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. തട്ടം കൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് ആ ഉമ്മ ആ താക്കോൽ അവർക്ക് നൽകുമ്പോൾ വിതുമ്പിപ്പോയി അറിയാതെ. അത് കണ്ട അതിലൊരുത്തൻ, അല്ലുമ്മ എന്ത് കരയാണോ? എന്ത് കരയുന്നത്? ഒന്നുമില്ല, എൻ്റെ മോന് പോയതാണ്, അതാണ്. മോൻ ഗൾഫിലേക്കല്ലേ പോയത്? അതിനെത്ര കരയാൻ മാത്രം? അത് എൻ്റെ കുട്ടീനെ ആലോചിച്ചിട്ട് കരഞ്ഞതാ. ഉമ്മ ബൈക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ട് നിങ്ങൾക്ക്? ഇല്ല, എൻ്റെ കുട്ടിയില്ലാതെ ബൈക്ക് എന്തിനാ ഇവിടെ കിടന്നത്? തുരുമ്പിച്ച് കേടല്ലേ. ആ ഉമ്മ എങ്ങനെയൊക്കെയോ വാക്കുകൾ പറഞ്ഞൊപ്പിച്ചു. എന്നുമ്മ ശരി, ഞങ്ങൾ പോട്ടെ. അങ്ങനെ അതാ ആ ബൈക്കിൽ കയറി സ്റ്റാർട്ടാക്കിയപ്പോൾ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഉമ്മയുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. എൻ്റെ കുട്ടി എൻ്റെ മുമ്പിൽ നിന്ന് ഈ ബൈക്കുമായി പോകുമ്പോൾ ഉമ്മ പോട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് പോവാറുള്ളത്. ആ ബൈക്ക് ഒന്ന് തൊട്ടൊഴിഞ്ഞെങ്കിൽ എന്നുവരെ ഉമ്മാക്ക് തോന്നിപ്പോയി. അവർ പെട്ടെന്ന് തന്നെ ആ വാഹനം അതാ കൊണ്ടുപോകുന്നു. മനസ്സിൽ വല്ലാത്തൊരു വേദന. ഉമ്മ തിരിച്ച് റൂമിലേക്ക് കയറി പൊട്ടിക്കരഞ്ഞു. എൻ്റെ പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടി ഉപയോഗിച്ച ബൈക്ക് അവർ കൊണ്ടുപോയി. ആ ഉമ്മ വേദനയോടെ വിങ്ങിപ്പൊട്ടി. അറിയില്ല, സങ്കടം പിടിച്ചിട്ട് നിൽക്കണില്ല, എന്താ അറിയില്ല. എൻ്റെ മോൻ പോയതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു വിഷമാണല്ലോ. ഓല്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയണില്ല. ആ ഉമ്മയുടെ വേദന അത്രക്കും വലുതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ വീണ്ടും തൻ്റെ മകൻ വിളിക്കുന്നു. ഹലോ ഉമ്മ. മോനെ, എന്തായി? അവർ അത് ബൈക്കിൻ്റെ ആളുകൾ വന്നോ അങ്ങോട്ട്? അവരൊരു മെസ്സേജ് കണ്ടിരുന്നു. മോനെ കൊണ്ടുപോയി. കൊണ്ടുപോയോ? മോനെ കൊണ്ടുപോയി അവരത്. എൻ്റെ കുട്ടി അത്രക്കും ഉപയോഗിച്ച ആ ബൈക്ക് അവർ കൊണ്ടുപോയപ്പോൾ ഉമ്മാൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദനടാ. എന്തോ ഉമ്മ അങ്ങനെയൊക്കെ കരയുന്നത്? നിങ്ങളങ്ങനെ കരയാൻ പാടുണ്ടോ? ബൈക്ക് നമുക്ക് ഇനിയും വാങ്ങിക്കൂടെ?
ബൈക്കോ കാറൊക്കെ നമുക്ക് വാങ്ങണേ. അതിന് ഞാൻ ഇവിടെ എത്തിയില്ലേ, ഞാനിവിടെ എത്തി. ഇനി ഉഷാറായി ജീവിച്ചിട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വലിയ വീടുണ്ടാക്കണം, കാറ് വാങ്ങണം, അങ്ങനെയൊക്കെ ആഗ്രഹമൊക്കെ അല്ലേ. ഉമ്മ കരയല്ലേ. എൻ്റെ പൊന്നുമോൻ ഇതുവരെ ഉപയോഗിച്ച ആ ബൈക്ക് പോയപ്പോൾ എൻ്റെ നെഞ്ച് വല്ലാതെ തകർന്നു പോയടാ. മുറ്റത്ത് അത് കാണുമ്പോൾ നീ അകത്തുണ്ട് എന്നൊരു തോന്നലാണ്, നീ വീട്ടിലുണ്ട് എന്നൊരു തോന്നലാണ്. അതങ്ങോട്ട് പോയപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വേദനിച്ചു പോയി. ഹേയ് എന്താ ഉമ്മ കരയില്ലേ. സത്യം പറഞ്ഞ ഷെഫി ഉസ്താദും കരയുന്നുണ്ടായിരുന്നു. അവനും തൻ്റെ കരച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീട്ടിൽ നിന്ന് പോകുന്ന സങ്കടം എല്ലാം കൂടി ആയപ്പോൾ ഹൃദയം പിടഞ്ഞു പോവുകയാണ്. തൻ്റെ കൂട്ടുകാർ എല്ലാവരും. ഉമ്മ ചായ കുടിച്ചോ? ഇല്ലടാ, കുടിക്കട്ടെ. ഉമ്മ കുടിക്കട്ടോ, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത്. അങ്ങനെ ചായയും കടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീനത്ത് വരട്ടെ എന്നിട്ട് കുടിക്കുക. എന്തോ ഉമ്മ നാട്ടിൽ എത്ര സമയമായി? 8-8:30 മണിയായി, ഇപ്പോഴും കുടിച്ചിട്ടില്ലേ? നമ്മളൊക്കെ 7-7:30 ആകുമ്പോൾ കുടിക്കുന്ന ആൾക്കാരല്ലേ. എടാ ഓൾ ഉണരട്ടെ. ഉമ്മ അപ്പോൾ ഓളിപ്പോഴും എണീറ്റില്ലേ? അല്ല മോനെ, ഓൾക്ക് രാത്രി കുറേ പഠിക്കാണ്ട്, അതുകൊണ്ട് നേരത്തെ വിളിക്കരുത് എന്നാണ് പറഞ്ഞത് എന്നോട്. അപ്പോഴേക്കും ഉമ്മതാ ചായയും കടിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഓൾ എണീറ്റ് വരട്ടെ, അല്ലാതെ കുടിക്കണം ശരിയല്ലല്ലോ. എന്തോ ഉമ്മ നിങ്ങൾ കുടിച്ചോളി, അല്ലാതെ പോളെ കാത്തുക്കുക. ഓൾക്ക് രാത്രിയാണെങ്കിൽ ഓളെ ഡ്യൂട്ടി എങ്കിൽ അതുവരെ മറ്റുള്ളവർ വെയിറ്റ് ചെയ്യണമെന്നാണോ? ഉമ്മ കുടിക്കട്ടോ. ഉമ്മ നിങ്ങൾ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ മോനെ. അത് കഴിയൂലടാ, വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നല്ലേ, അല്ലാതെ ഞാൻ ഒറ്റ കുടിക്കണത് ശരിയല്ലല്ലോ. എൻ്റെ ഉമ്മ നിങ്ങളതൊന്ന് വിഷയാക്കില്ലേ. നിങ്ങളതൊക്കെ ചായയൊക്കെ കുടിക്കോളൂ, വരുമ്പോഴത്ത് കുടിച്ചോളൂ. എന്താ റബ്ബേ ഉമ്മ, സുബഹി നിസ്കാരം മോനെ, അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തത് അവർക്ക് പോകും. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാം, മക്കളെ എണീക്കും. പക്ഷേ ഇതൊക്കെ ബുദ്ധി വെച്ച കുട്ടികളല്ലേ, ഓരോടൊക്കെ പറഞ്ഞാൽ നമ്മൾ നേർക്ക് ചാടൂലേ. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മോനെ. ഉമ്മ അതൊക്കെ ഞാൻ വേണ്ട, എൻ്റെ മോൻ പറയണ്ട. അതെന്താ? അല്ല, എൻ്റെ കുട്ടി സമാധാനത്തിൽ ജീവിച്ചോളൂ അവിടെ. വേദനിക്കുന്ന മനസ്സുമായി ഉമ്മ പറയുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ, തൻ്റെ സ്വാലിഹായ മകൻ, സുബഹിന് മുമ്പേ ഉണർന്ന് നിസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, 5 വക്തിലും പള്ളിയിൽ പോകുന്ന തൻ്റെ ആലിമായ മകൻ ഈ വീട് വിട്ട് പോയതിൽ പിന്നെ ഈ വീട്ടിൽ സമാധാനമില്ലാത്ത പോലെ, ഈ വീട്ടിൽ ബർക്കത്തില്ലാത്ത പോലെ, ആ റൂമിൽ അതാ നിസ്കാരവും ഒന്നുമില്ലാതെ കിടന്നുറങ്ങുന്ന ഓൻ്റെ പെണ്ണ്. അല്ല പഠിച്ചോനെ, റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കില്ല ഇങ്ങനെയൊക്കെ കിടന്നാൽ. ഉമ്മ വിളിക്കാട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ആരോ വാതിലിന് മുട്ടുന്നുണ്ട്. ആ ആയിക്കോട്ടെ മോനെ. എന്നാൽ സമയം 9 മണി ആയിട്ടും മരുമകൾ ഉണർന്നില്ല. പഠിച്ചോനെ എന്താ റബ്ബേ, പേടിയാണ് ഉണരാഞ്ഞാൽ. ഉമ്മ അതാ വിളിക്കുന്നു. മോളെ സീനത്തെ. തുടങ്ങി തള്ള വിളി തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ശല്യപ്പെടുത്തരുത്. അവൾ എഴുന്നേറ്റു. എന്താണ് മോളെ സീനത്ത്? മോളെ ചായ കുടിക്കൊന്നും വേണ്ട, എത്ര സമയമായി? 9 മണിയായി മോളെ. അത് കഴിഞ്ഞിട്ട് വേണം പാത്രങ്ങൾ കഴുകി വെക്കാൻ. നിങ്ങൾക്ക് കുടിച്ച് കഴുകിയാണ് വെച്ചുകൂടെ? ഇത് എന്നെ കാത്തുക്കണ്. അകത്തുനിന്ന് ആ ഒരു ശബ്ദം. ഉമ്മ വേദനയോടെ അതാ അടുക്കളയിലെത്തി. അടുക്കളയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. പഠിച്ചോനെ, എൻ്റെ വിധി, എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി. ഉമ്മ ഒരു ഗ്ലാസ് ചായ എടുത്തു, ഒരു അപ്പം എടുത്ത് കഴിക്കാൻ നിൽക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് ഉണ്ടാക്കിയതൊക്കെ. ഉമ്മാക്കതങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. മനസ്സ് വല്ലാത്തൊരു വേദനയായിരുന്നു. റബ്ബേ, ഞങ്ങളെ ജീവിതം ഇനി തെറ്റായ രീതിയിലായി പോവോ എന്നുള്ളത്. നിസ്കരിക്കാത്ത ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവിടെ ബർക്കത്തുണ്ടാവില്ല എന്ന് പറഞ്ഞത്, അതെല്ലാം ഉമ്മ ഓർത്തു. അപ്പോഴും ഉമ്മ ദുആ ചെയ്തു. പഠിച്ചവനെ നല്ല ബുദ്ധി കൊടുക്കല്ല, തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ തോന്നിപ്പിക്കണേ അല്ല. ഏകദേശം 10 മണിയായി തുടങ്ങിയപ്പോഴേക്കും അതാ അവൾ തലയിലും ചൊറിഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. കിച്ചണിൽ നേരെ വന്നിരുന്നു.
ഉമ്മ എടുത്തു വെച്ച ചായയും കൂടിയൊക്കെ ആർത്തിയോടെ അവൾ ഭക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഉമ്മ കുടിച്ചോന്നോ അതൊന്നും ചോദ്യമില്ല. ഉള്ളത് വേഗം വലിച്ചു വാരി തിന്നുകയാണ്. ഉമ്മ ചോറിന് അരി ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മീനെടുത്ത് മുറിക്കാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. മോളെ ചായ കുടിച്ചോ? ആ. അവൾ മുറ്റത്തേക്ക് വെറുതെ ഇറങ്ങി. അല്ല ഇവിടുത്തെ ബൈക്കവിടെ? ഞാനൊന്ന് പഠിക്കണേ വിചാരിച്ച് നിൽക്കേന്. ബുള്ളറ്റ്. അതിനിപ്പോൾ എന്താ? അത് കൊടുത്തില്ല. കൊടുത്തോ? ഓഹ് അത് കൊടുക്കാതിനിപ്പോൾ തിരക്ക്. ഞാൻ വിചാരിച്ചിരുന്നു അതിമൊന്ന് പഠിക്കാന്ന്. മോളെ വിസൻ്റെ ടിക്കറ്റിൻ്റെയൊക്കെ ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇവിടെ വെച്ചിട്ടിപ്പോൾ എന്താ? ഓ അപ്പം ഞാൻ വിടല്ലേ? അത് ഓൻ കൊടുത്തതല്ലേ? ഓൻ രാവിലെ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. വല്ലാത്തൊരു എന്തൊരു ഇതാണ് ഉള്ളതൊക്കെ കൊടുത്ത് ഒഴിവാക്കുക. അതൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിന്നപ്പോഴേക്കും ഓലത് കൊടുക്കലേ എനിക്കണ്. അവളാകെ പ്രാഗി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വീണ്ടും കയറി ചെല്ലുന്നു. ഉമ്മ മീൻ മുറിച്ച് മുളകിടുവാൻ വേണ്ടി നിൽക്കുന്നു. അരി അടുപ്പത്തിട്ട് അരി വെന്ത് തുടങ്ങി. ഉപ്പേരിക്കുള്ളതും അതും മുറിക്കുന്നു. പാവം ഉമ്മ രാവിലെ എണീച്ച് മുറ്റമെല്ലാം അടിച്ചു വാരിയിട്ടുണ്ട്. ഇനി അകമടിച്ചു വാരി തുടക്കാനുള്ള പണി മാത്രമേ അവൾക്കുള്ളൂ. ഉമ്മാക്ക് പൊറുതികേടാണ്. എന്തൊക്കെ തന്നെയാലും അകവും ഉമ്മരൊക്കെ ഒന്ന് രാവിലെ തന്നെ അടിച്ചു വരണം. അല്ലാതെ പക്ഷേ കാര്യമായിട്ട് ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഓൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഓളാണല്ലോ കൂടുതൽ തിന്നുന്നത്. ഉമ്മ ഭക്ഷണമെല്ലാം ഒരുക്കുന്നു. അവൾ വീണ്ടും അവിടെ തന്നെ കിടന്നു. അറിയുന്നില്ല. അടുക്കളയിലേക്ക് അതാ വരുന്നു. ഇക്ക വിളിച്ചിരുന്നല്ലോ രാത്രിയൊക്കെ. അറബി വീട്ടിലാണല്ലേ? ആ ഇപ്പം അറബി വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെയാവോ അറിയുന്നില്ല. അവിടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് തന്നെ പോരും ആവോ. അതെന്താടി? അല്ലേ ചെറുക്കുണ്ട് സുഖമില്ല. ഞങ്ങട്ട് തന്നെ ഒരു പായൽ. അങ്ങനെ പായോ എന്ന് എനിക്ക് സംശയം. ഉമ്മ ദയനീയമായി അവളെ നോക്കി. പഠിച്ചോനെ ഇവൾക്കാണെങ്കിൽ ഒരു സങ്കടവും പോയിട്ട്. ഒന്നുമില്ലെങ്കിൽ ഭർത്താവല്ലേ. ഉമ്മ കണ്ണുനീർ തുടക്കുന്നത് കണ്ട അവൾ പറഞ്ഞു, അതേ നിങ്ങളീ കരഞ്ഞുകൊണ്ടും ഇങ്ങനെ ഓരോന്നും വിളിച്ച് പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ കേടെന്ന് വെച്ചാൽ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പോരും. നിങ്ങൾ വല്ലാതെ കരയാൻ നിൽക്കണ്ട, വല്ലാതെ ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് സമയമൊക്കെ അങ്ങനെ അതിന് നിന്നാൽ മതി. മനസ്സിലായില്ലേ? ഉള്ളതെല്ലാം വിളിച്ച് വരാനും നിൽക്കണ്ട. പിന്നെ അവിടെ നിൽക്കാൻ സമാധാനം ഉണ്ടാവില്ല. ഇങ്ങോട്ട് പോരും. പിന്നെ ഈ മദ്രസക്ക് പോലൊടുങ്ങും. അവളുടെ വാക്ക് കേട്ട് ഉമ്മ ശരിക്കും ഞെട്ടി. പഠിച്ചവൻ എങ്ങനെയുണ്ടാവോ ഭാര്യമാർ? വല്ലാത്തൊരു എൻ്റെ കുട്ടിനെ കുറിച്ച് അവൾ എന്തൊക്കെയാണ് വിചാരിക്കണത്? പാവൻ്റെ മോനെ. ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നു. അപ്പോഴും അവൾ ശബ്ദമെടുത്ത് പറയുകയാണ്, അതേ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടേ അവിടെ പോയ ആളങ്ങോട്ട് വരുത്താൻ നിൽക്കണ്ടെന്ന്. ഒന്നിവിടെ പണിയെടുത്ത് ജീവിച്ചോട്ടെ. കുറച്ച് ക്യാഷിൻ്റെ ഒക്കെ ആവശ്യമുള്ളതാണ്. അല്ലാതെ ഇവിടെ എങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നിന്നാൽ ഒന്നും കിട്ടൂല, ഒന്നും സംഭവിക്കൂല. അതാ ഉണ്ടാകുക. അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ വിചാരിച്ചു, റബ്ബേ എൻ്റെ കുട്ടിക്ക് കിട്ടിയൊരു പെണ്ണ് വല്ലാത്തൊരു പെണ്ണായിപ്പോയി. ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.